വെൽക്കം ടു ടീംസ് കിച്ചൺ സീക്രട്സ്. ഇന്ന് നമുക്ക് നല്ലൊരു ഇഡലിപ്പൊടി ഉണ്ടാക്കാവേ. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ 4 ടേബിൾ സ്പൂൺ ഉഴുന്നാണ്. അതായത് ഇതുപോലത്തെ ഒരു സ്പൂണിന് 4 സ്പൂൺ ഞാൻ അളന്നെടുത്തേക്കുന്നതാണ്. 3 ടേബിൾ സ്പൂൺ മട്ടയരി. ഞാനിവിടെ മട്ടയരി എടുത്തേക്കുന്നത്, മറ്റേ വെള്ളയരി എടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ വേണ്ടത് 2 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ്. പിന്നെ നമുക്ക് വേണ്ടത് 1 ടീസ്പൂൺ എള്ളാണിത്. ഇത് വെളുത്ത എള്ളാണ്. കറുത്ത എള്ളിട്ടാലും കുഴപ്പമില്ല. ഞാനിവിടെ വെള്ള കളറിലെ എള്ള എടുത്തേക്കുന്നത്. 1 ടീസ്പൂൺ ജീരകം, ചെറിയ ജീരകം, അതായത് നമ്മൾ തോരനൊക്കെ ഇടത്തില്ലേ അതുപോലത്തെ ജീരകം 1/2 ടീസ്പൂൺ. പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക്. ഞാനിവിടെ മുളക് ഒരു 5 എണ്ണം എടുത്തിട്ടുണ്ട്. 2 എരിവുള്ള മുളകും 3 കാശ്മീരിയുടെ മുളകുമാണ്. അപ്പം നമുക്കൊരു നോർമൽ ഒരു എരിവ്, അതായത് ഒത്തിരി എരിവ് ഇതിനാവശ്യമില്ലല്ലോ. പിന്നെ ചിലർക്കുണ്ട് ഇത്തിരി എരിവ് കൂടുതൽ വേണം, അങ്ങനെയുള്ളവർ 1-2 മുളക് കൂടുതൽ എടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും സാധനമാണ് ഇത് വേണ്ടത്. പിന്നെ നമ്മൾ അവസാനം ഇച്ചിരി കായപ്പൊടിയും ഉപ്പും കൂടെ നമ്മൾ അതും ഈ വറുക്കുന്ന കൂട്ടത്തിൽ ഏറ്റവും ലാസ്റ്റ് ഇട്ട് നമുക്ക് അതും കൂടെ വറുത്തെടുക്കാവേ. ഇതെല്ലാം നമ്മൾ സെപ്പറേറ്റ് വറുക്കണം, കാരണം ഓരോന്നിൻ്റെയും ആ ഒരു മൂത്ത് കിട്ടുന്ന ആ ഒരു ടൈം ഇച്ചിരി വ്യത്യാസം ഉണ്ടാവുകയെ. അരിയുടെ ആയിരിക്കത്തില്ല ഉഴുന്നിൻ്റെ ആയിരിക്കത്തില്ല കടലപ്പരിപ്പ്. അപ്പോൾ ഇത് സെപ്പറേറ്റ് ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം, അല്ലെങ്കിൽ ഈ പൊടി കേടായി പോവേ. അപ്പോൾ ഇതെല്ലാം നല്ലപോലെ ഒരു കളറ് മാറുന്നിടം വരെ നമുക്കിത് എല്ലാം ഒന്ന് വറുത്തെടുക്കാവേ. പിന്നെ കായപ്പൊടിയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ചിലർക്ക് കായമായിരിക്കും ചിലർ ചേർക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ കായം അതൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഇതൊക്കെ നമുക്കൊന്ന് വറുത്തെടുക്കാം. ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഇതൊക്കെ ഓരോന്നായിട്ട് വറുത്തെടുക്കണേ. സെപ്പറേറ്റ് തന്നെ വറുക്കണം. എല്ലാം കൂടി ഇട്ട് വറുത്താൽ പലതിൻ്റെ ആ ഒരു മൂത്ത് കിട്ടുന്ന സമയം വേറെ വേറെയാണ്. അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. ഒരുപാട് ഹൈ ഫ്ലെയിമിലോട്ട് വെക്കരുത് കേട്ടോ. ചെറിയൊരു ഫ്ലെയിം മതി. സ്വല്പ സമയം എടുക്കും ഇത് ആകാൻ. നല്ലപോലെ മൂത്ത് കഴിയുമ്പോൾ ഞാൻ കാണിക്കും. ഇതിപ്പം എല്ലായിടും ഒരു ട്രെൻഡിങ് അല്ലേ ഈ പൊടി മസാല ദോശ, അതിനകത്തൊക്കെ വേണമെങ്കിൽ നമുക്കിത് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. ദോശയുടെയും ഇഡ്ഡലിയുടെയും എല്ലാത്തിൻ്റെയും കൂടി ഇത് ചേരും. നമുക്കിപ്പോൾ രാവിലെ സാമ്പാറോ അല്ലെങ്കിൽ ചമ്മന്തിയോ ഒന്നും ഉണ്ടാക്കാൻ നമുക്ക് പെട്ടെന്ന് പറ്റിയില്ലെങ്കിൽ ഇതിങ്ങനെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി ഞാനൊന്ന് മൂത്ത് കഴിഞ്ഞിട്ട് കാണിക്കാം. ഈ ഉഴുന്നിൻ്റെ കളറ് മാറി വന്നത് കണ്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം. എന്നിട്ട് അടുത്തത് വറുത്തെടുക്കുക. ഇനി നമുക്ക് ഈ അരി ഇട്ട് കൊടുക്കാവേ. നമ്മളിപ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പം ഇതങ്ങോട്ട് വെച്ചിട്ട് എപ്പോഴും ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. അല്ലാതെ ഇത് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങ് മാറിപ്പോകരുത്. അപ്പോഴത്തേന് ഇതെല്ലാം കരിഞ്ഞു പോവുകയൊക്കെ ചെയ്യും. അപ്പം നമ്മൾ അടുത്ത് നിന്നിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഞാൻ ഈ അരിയും കടലപ്പരിപ്പും ഉഴുന്നും എല്ലാം നന്നായിട്ട് 3-4 പ്രാവശ്യം വെള്ളത്തിൽ വാഷ് ചെയ്ത് വെയിലത്ത് വെച്ച് ഉണക്കി എടുക്കുന്നതാണ്. അല്ലാതെ നമ്മൾ അത് ഡയറക്റ്റായിട്ട് ഉപയോഗിക്കരുത് കേട്ടോ. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് മൂത്ത് വരട്ടെ. അരിയും മൂത്ത് വരുന്നുണ്ട്. ഇത് അരിയൊക്കെ നമ്മൾ വറുക്കുമ്പോഴേ ആ സിമ്മിലോട്ടാക്കിയാണ്, കാരണം ഈ പാത്രത്തിന് നല്ല ചൂടായിരിക്കുവേ. അപ്പോഴത്തേന് ഇത് പെട്ടെന്ന് റെഡിയായി കിട്ടും. അപ്പം ഫ്ലെയിം ഒന്നും കൂട്ടി വെക്കാതെ സിമ്മിലിട്ട് പതുക്കെ ഇങ്ങനെ ഇളക്കിയെടുത്താൽ മതിയേ. അപ്പോൾ അരിയൊക്കെ ആണെങ്കിലും നമ്മൾ ഒരെണ്ണം എടുത്തൊന്ന് നോക്കിയാൽ മതിയേ. അപ്പം അരി ഇങ്ങനെ മൂത്ത് വരുമ്പോൾ ചെറുതായിട്ട് പൊട്ടി വരും കേട്ടോ. നല്ല പോലെ മൂത്തില്ലേലുണ്ടല്ലോ പെട്ടെന്ന് കേടായി പോവേ. പിന്നെ കരിഞ്ഞു പോകാനും പാടില്ല. അതാ ഞാൻ പറഞ്ഞ സിമ്മി വെച്ച് മാത്രമേ ഇത് ചെയ്യാവുള്ളേ. അരിയുടെ ആ ഒരു കളറൊക്കെ മാറി വന്ന കണ്ടോ. ഇനി നമുക്കൊരു പരന്ന പാത്രത്തിലേക്ക് മാറ്റി അതൊന്ന് നിരത്തി വെച്ചേക്കണം കേട്ടോ. അങ്ങനെ വേണം ചെയ്യാൻ. എല്ലാം ഇങ്ങനെ ചൂടാക്കി അത് നന്നായിട്ട് വറുത്തെടുത്തിട്ട് നമ്മൾ പാത്രത്തിൽ നിരത്തി അങ്ങ് വെച്ചേക്കണം. അപ്പോൾ അത് പെട്ടെന്ന് തണുത്ത് കിട്ടും. തണുത്തിട്ട് വേണം നമുക്കിത് പൊടിച്ചെടുക്കാൻ. ഇനിയിപ്പം ഇതിൻ്റെ കളറൊക്കെ മാറി വന്നുണ്ടോ. ഇനിയിപ്പോൾ അത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റും. ഇനി നമുക്ക് ആ കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കാവേ. ഇതിനകത്ത് ഉഴുന്നാണ് കൂടുതൽ കേട്ടോ. ഉഴുന്ന് സ്വല്പം കൂടുതൽ എടുത്തോണം. ബാക്കിയുള്ള ചേരുവകളെ അപേക്ഷിച്ച് ഇതും കൂടെ നന്നായിട്ടൊന്ന് കളറ് മാറുന്നിടം വരെ നമുക്ക് വറുത്തെടുക്കും. കടലപ്പരിപ്പിൻ്റെ ആണേലും ആ കളറ് മാറി വന്നതുണ്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇത് മൂത്തോന്ന് അറിയാനായിട്ട് നമ്മൾ ഒരെണ്ണം എടുത്തൊന്ന് പൊട്ടിച്ച് നോക്കിയാൽ മതി കേട്ടോ. അപ്പോഴത്തേന് നല്ല ക്രിസ്പി ആയിട്ടിരിക്കണം. എന്ന് വെച്ചാൽ ചൂടോടൊന്നും എടുത്ത് അത് കഴിച്ച് നോക്കരുത് കേട്ടോ, ഭയങ്കരമായിട്ട് പൊള്ളും. ഇനിയിപ്പം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്കിത് 3 കൂടെ അങ്ങ് ചെയ്യാവേ. കുരുമുളക് ആദ്യം ഒന്ന് ഇട്ട് കൊടുക്കാവേ. അതൊന്നും സിമ്മിലാണ് ഞാൻ ഇട്ടേക്കുന്നത് കേട്ടോ. ഞാനല്ലാതെ തീ കൂട്ടിയിട്ടേക്കുമല്ലേ. അപ്പോൾ ഈ വറ്റൽമുളകിൻ്റെ തണ്ടങ്ങ് കളയാം കേട്ടോ. 5 മുളക് ഇട്ടിട്ടുള്ള എരിവ് കൂടുതൽ വേണ്ടവർക്ക്
സ്വല്പം കൂടി എരിവ് ചേർക്കാം കേട്ടോ. ഇത് നോർമൽ ഒരു നമ്മുടെ ആവശ്യത്തിനുള്ള എരിവുണ്ട്. ഉപ്പും മുളകും ഒന്നും ഒരു പകുതി ഒന്നും മൂത്ത് കിട്ടിയില്ല. ഇനി നമുക്ക് ഈ ജീരകവും എള്ളും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാവേ. സിമ്മിലേ ആകാവുള്ളൂ കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നല്ല ചൂടായിരിക്കും ഈ പാത്രമേ. ഇപ്പം കണ്ടോ, അത് ഇട്ടിട്ട് ഉടനെ പൊട്ടുന്ന കണ്ടോ. അപ്പം നല്ല ചൂടാണ്. ഇനി നമുക്ക് ഞാൻ ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്തിട്ട് നമുക്കിത് ആവശ്യത്തിന് ഉപ്പും കൂടി ഇതിനകത്ത് കിടന്ന് ഒന്ന് മൂത്തോട്ടെ. കാരണം ഒരു ചെറിയൊരു വെള്ളമയം എല്ലാം ഉണ്ടെങ്കിൽ അതും ഒന്ന് റോസ്റ്റ് ആകും. പിന്നെ നമുക്ക് കുറച്ച് കായപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ, ഒരുപാട് വേണ്ട കേട്ടോ. അപ്പം ഞാൻ ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്ത് ഇനിയിപ്പോൾ ഈ പാത്രത്തിൻ്റെ ആ ഒരു ചൂടിൽ ആ ഉപ്പൊക്കെ ഒന്ന് റോസ്റ്റായി വന്നോളും കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ നമ്മൾ ഈ വറുത്ത് വെച്ച എല്ലാം തണുത്ത് നന്നായിട്ട് കഴിയുമ്പോൾ ആ മിക്സിയുടെ ചെറിയ ജാറില്ലേ അതിലിട്ട് അങ്ങ് പൊടിച്ചെടുത്താൽ മതി. നമ്മളിതിവിടെ എല്ലാം വറുത്ത് തണുക്കാൻ വെച്ചേക്കുമായിരുന്നു. ഇപ്പം അത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. തണുത്തതിന് ശേഷമേ ഇത് പൊടിക്കാവുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ ഇത് കേടായി പോവേ. നല്ലപോലെ തണുത്തതിന് ശേഷം നമുക്കിത് മിക്സിയുടെ ജാറാണേലും ഉണ്ടല്ലോ കഴുകി ഞാൻ നന്നായിട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയേക്കുന്നതാണ്. ഒട്ടും വെള്ളം വരരുത് കേട്ടോ, അതാ ശ്രദ്ധിക്കേണ്ടത്. ഇനി നമുക്കിത് ഈ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം ആ മുളക് ഇട്ട് കൊടുക്കാവേ. ഇതുപോലെ ഒരു പാത്രത്തിനകത്തോട്ട് നിരത്തി വെച്ച് കൊടുക്കണം വറുത്ത് കഴിയുമ്പോഴേ. അപ്പോൾ പെട്ടെന്ന് അത് തണുത്ത് കിട്ടും. അപ്പോൾ പെട്ടെന്ന് തണുക്കണേ നമുക്ക് ഫാൻ്റെ അടി വേണേലും വെക്കാം കേട്ടോ. പിന്നെ നമുക്ക് ഇതിനകത്തോട്ട് വേണ്ട എന്താണെന്ന് വെച്ചാൽ 2-3 തണ്ട് കറിവേപ്പിലയും കൂടെ ഇതുപോലൊന്ന് വറുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ട് നമുക്ക് അരച്ചെടുക്കാവേ. ഒരു 3 തണ്ട് കറിവേപ്പില ഞാൻ ഇങ്ങനെ വറുത്തെടുക്കുകയാണ്. ഇത് നന്നായിട്ട് ഡ്രൈ ആകണം. നമ്മൾ ആ ഒരു എടുത്തിങ്ങനെ നോക്കുമ്പം അങ്ങനെ പൊടിഞ്ഞു വരണേ, അതുപോലെ ഡ്രൈ ആക്കി വേണം കറിവേപ്പില എടുക്കാൻ. കാരണം ഈ പൊടി ഒരിക്കലും എന്ന് പറഞ്ഞാൽ കുറേ നാളത്തേക്ക് കേടാകാതിരിക്കണ്ടേ. അപ്പം എല്ലാം ഡ്രൈ ആയിരിക്കണേ, ഒട്ടും വെള്ളം കാണാൻ പാടില്ല. എന്നിട്ട് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ പൊടിച്ച് നോക്കുമ്പം കയ്യിൽ പൊടിഞ്ഞു വരണം, അതാണ് അതിൻ്റെ കണക്ക്. അപ്പം നമ്മുടെ കറിവേപ്പില നന്നായിട്ട് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതും കൂടെ ആ അരിയുടെയും ഉഴുന്നിൻ്റെ എല്ലാത്തിൻ്റെയും കൂട്ടത്തിൽ നമുക്ക് മിക്സിയിലിട്ടങ്ങ് അടിച്ചെടുത്താൽ മതി. എല്ലാം എടുത്ത് ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ നോക്കണേ, പൊടിഞ്ഞുണ്ടോ ഇതുപോലെ ആയിരിക്കണേ, അത്രയ്ക്ക് ഡ്രൈ ആക്കണം. എന്നിട്ട് ഇതെല്ലാം കൂടെ നമുക്കൊന്ന് പൊടിച്ചെടുത്താൽ മതി കേട്ടോ. നമ്മുടെ ഇഡ്ഡലിപ്പൊടി ഇവിടുത്തെ ഞാൻ പൊടിച്ചിട്ട് ഇതുപോലൊരു പാത്രത്തിൽ നിരത്തി വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം ഇതുപോലൊരു ബോട്ടിൽ, ഗ്ലാസ് ബോട്ടിലാണ്, നല്ലപോലെ കഴുകി ഉണക്കി വെയിലത്ത് വെച്ചൊക്കെ ഉണക്കണേ, ഒട്ടും വെള്ളം കാണാൻ പാടില്ല. എന്നിട്ട് ഇതിനകത്തോട്ട് എടുത്ത് സൂക്ഷിച്ച് വെച്ചാൽ ഉണ്ടല്ലോ, നമുക്ക് ചില ദിവസങ്ങൾ കാണുമല്ലോ കുറച്ചൊരു മടിയായിരിക്കും അല്ലേ സാമ്പാറും ചട്നിയൊക്കെ ഉണ്ടാക്കുക. ആ സമയങ്ങളിൽ നമുക്ക് ഇതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാം. പിന്നെ ചിലർക്ക് സാമ്പാറൊക്കെ ഉണ്ടെങ്കിലും ഈ ഒരു പൊടി ഒരു സ്വല്പം സൈഡിൽ വെച്ച് കഴിക്കാൻ ഇഷ്ടമാണ്. അത് നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ഇഷ്ടമെങ്കിൽ വെളിച്ചെണ്ണയിലോ ഒരു സ്വല്പം ഒന്ന് ചാലിച്ചിട്ട് അങ്ങനെ കഴിക്കുക. അല്ലാതെ ചിലർക്ക് ഇത് മസാല ദോശയ്ക്കകത്തൊക്കെ ഇട്ട് കഴിക്കാൻ ഇഷ്ടമാണ്. ഇതെൻ്റെ മോനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ പൊടിയത് മസാല ദോശയ്ക്കകത്തൊക്കെ കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കഴിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അതൊക്കെ ഇഷ്ടമായിരിക്കും. ഇതൊക്കെ അതിനും കൂടെ ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഇഡ്ഡലിയുടെ കൂടെ മാത്രമല്ല ദോശയുടെയൊക്കെ കൂടെ ഇത് പൊക്കോളും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക, നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടമാകും. ഇതുപോലൊരു ടൈറ്റായിട്ടുള്ളൊരു ജാറിനകത്തിട്ട് നന്നായിട്ട് അടച്ചങ്ങ് വെച്ചാൽ മതി കേട്ടോ. എൻ്റെ ചാനലൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. എൻ്റെ ഒരു സബ്സ്ക്രൈബറാണ് ഈ ഇഡ്ഡലിപ്പൊടി ഉണ്ടാക്കി കാണിക്കാവോ എന്ന് ചോദിച്ച് കഴിഞ്ഞ ദിവസം കമൻ്റ് ഇട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് പെട്ടെന്ന് ഉണ്ടാക്കി കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക്